അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരിമാരെ, വളരെ ഗൗരവമുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാ സഹോദരിമാർ പക്ഷേ ഈ പറയുന്ന കാര്യം നിസ്സാരമായി ഒരിക്കലും കാണാൻ പാടില്ല. കാരണം ഹയ്ദ് വേണ്ടിയുള്ള നമസ്കാരം നാമൊക്കെ പഠിച്ചതും കേട്ടതുമൊക്കെ അത് ഖളാ വീട്ടൽ ഹറാമാണെന്നും ആ സമയത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നുമാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല. കാര്യമായി വളരെ കൃത്യമായി നാം പഠിച്ചിരിക്കണം. ഹൈദ് വേളയുള്ള നമസ്കാരം അത് ഖളാ വീട്ടൽ നിർബന്ധമാണ്. അത് ഹൈദിൻ്റെ സമയത്തല്ലേ ഉണ്ടായത്, അതുകൊണ്ട് എനിക്ക് നിർബന്ധമില്ല, അത് ഖളാ വീട്ടാൻ പാടില്ല എന്നൊക്കെ നാം ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ ഹൈദിൻ്റെ വേളയിൽ നിസ്കാരം പോലും ഖളാ വീട്ടൽ നിർബന്ധമാണ്. പരലോകത്ത് അതിനെക്കുറിച്ച് ചോദ്യമുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദീനിയായ കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ നാം മനസ്സിലാക്കിയിരിക്കണം. ഇല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ കഴിവുകൾ പറഞ്ഞ് രക്ഷപ്പെടാൻ ഒരിക്കലും സാധ്യമല്ല. ഞങ്ങൾ പറയും, അല്ലാഹ് എനിക്കറിയില്ലായിരുന്നു റബ്ബേ, ഞാൻ നിസ്കരിച്ചില്ല. എൻ്റെ തൊട്ടടുത്ത് എത്ര ആലിമ്യങ്ങളുണ്ടായിരുന്നു, എനിക്കതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അങ്ങനെ നമുക്കിപ്പോൾ ഒരുപാട് കഴിവുകൾ പറഞ്ഞ് രക്ഷപ്പെടാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ. ഇപ്പോൾ നമ്മുടെ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഉദാഹരണക്ക് വലിയ രോഗമാണ്, നമുക്ക് നിസ്കരിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നാം നാളെ പരലോകത്ത് പോയി അള്ളാഹുവിനോട് പറയണം, അല്ലാഹ് എങ്ങനെയാണ് നിസ്കരിക്കുക റബ്ബേ, ഞാൻ വലിയ രോഗിയല്ല റബ്ബേ, എനിക്കിതൊക്കെ നിസ്കരിക്കാൻ കഴിയുമോ, അതുകൊണ്ടാണ് ഞാൻ നിസ്കാരം ഒഴിവാക്കിയത് എന്ന് പറയുമ്പോൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും. എന്നിട്ട് ചോദിച്ചു, ഈ അയ്യൂബ് നബിക്ക് കൊടുത്ത പോലത്തെ രോഗം ഒരു പടപ്പിനും ഞാൻ കൊടുത്തിട്ടില്ല, എന്നിട്ട് പോലും അയ്യൂബ് എന്നെ മറന്നില്ലല്ലോ, എന്നെ നിസ്കാരമെല്ലാം കൃത്യമായിരുന്നുവല്ലോ. ചില ആളുകൾ അധികാരവുമായി വരും, ഞാൻ വലിയ അധികാരിയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു, ഇല്ലെങ്കിൽ രോഗരാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു എന്നൊക്കെ പല കാരണങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി കഴിവുകൾ പറയുമ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അള്ളാഹു കൊണ്ടുവരും. സുലൈമാൻ നബിക്ക് ഞാൻ കൊടുത്തതുപോലത്തെ അധികാരം ലോകത്ത് ഒരാൾക്കും കൊടുത്തിട്ടില്ല, മശ്രിഖ് മുതൽ മഗ്രിബ് വരെ. എന്നിട്ട് പോലും സുലൈമാൻ നബി എന്നെ മറന്നില്ല. സുലൈമാൻ നബി എനിക്ക് വേണ്ടി എന്തും ത്യാഗം ചെയ്യാൻ സന്നദ്ധനായിരുന്നു. ഒരു നമസ്കാരം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ, ഇബാദത്ത് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ, ആ നഷ്ടപ്പെടാനുണ്ടാക്കിയ കാരണം അത് എൻ്റെ ഒട്ടകം എന്ന ഒറ്റ കാരണം കൊണ്ട് ആ ഒട്ടകത്തവരെ ദേഷ്യം കൊണ്ട് അടിച്ചു കൊന്ന ചരിത്ര സംഭവങ്ങൾ നാം പഠിച്ചവരാണ്. അള്ളാഹ്ക്ക് വേണ്ടി അതിനെ വലിച്ചെറിഞ്ഞു, അള്ളാഹ്ക്ക് വേണ്ടിയാണ് എറിഞ്ഞത്. അതിന് പകരമായി അള്ളാഹു സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിക്ക് കാറ്റിനെ വാഹനമാക്കി കൊടുത്ത സംഭവം ചരിത്രങ്ങളൊക്കെ നാം പഠിച്ചവരാണ്. ഇതൊക്കെ നാം അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കുന്ന ഓരോ കാര്യങ്ങൾ അങ്ങനെയാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മുടെ വിഷയം നമസ്കാരമാണ്. ഹൈദുള്ള കാലത്ത് പോലും നിസ്കാരം ഖളാ വീട്ടൽ നിർബന്ധമാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായി വരുന്നു. ഇപ്പോൾ ഉദാഹരണക്ക് ഒരു സഹോദരി മഗ്രിബിൻ്റെ തൊട്ടടുത്ത്, ബാങ്കിൻ്റെ തൊട്ടടുത്ത നിമിഷത്തിൽ ഒരു അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ഒരു ചെറിയ സെക്കൻഡുകൾ ബാക്കിയുണ്ട്, ആ സമയത്താണ് ഇവൾ ശുദ്ധിയാകുന്നതെന്ന് വിചാരിക്കും. എന്നാൽ അവൾക്ക് അസർ നിസ്കരിക്കണം നിർബന്ധമാണ്. ഉടനെ ശുദ്ധിയാകണം, അസർ നിസ്കരിക്കണം. ഇത് പറയുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ തോന്നും, ഇതൊരു വലിയ കാര്യമാണോ, ഇതൊക്കെ നമുക്കറിയുന്നതല്ലേ, ഇതിനിങ്ങനായി പ്രവചീകരിച്ച് പറയേണ്ടതുണ്ടോ, ഇതൊക്കെ നമുക്കറിയും. ഇതല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നിങ്ങൾക്കറിയാം. എന്നാൽ അറിയുന്നവർ ഒരുപാട് ആളുകളുണ്ട്. അറിയാത്തവരുടെ ശ്രദ്ധയിലേക്ക് വേണ്ടിയാണ് നാം ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്ക്, മറ്റു ഗ്രൂപ്പിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അവർ പുതിയൊരു കാര്യം ചിലപ്പോൾ എല്ലാവർക്കും അറിഞ്ഞുകൊള്ളണമെന്നില്ല. ഞാൻ ചില സഹോദരികൾ ചോദിച്ചപ്പോൾ അവർക്ക് ഈ കാര്യം കൃത്യമായി അറിയില്ല. നമുക്ക് വിചാരിച്ചവർ നല്ല പഠിച്ചവരാണ്, അവർക്ക് അറിയാമെന്ന് വിചാരിച്ച സഹോദരിമാർ പോലും ചിലപ്പോൾ ആ ഭാഗത്ത് ചിലപ്പോൾ അശ്രദ്ധ കാണിച്ചതുകൊണ്ട് അവർക്കറിയാത്തതായിരിക്കാം. അതുകൊണ്ട് ഇപ്പോൾ ളുഹൂറിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, മഗ്രിബിൻ്റെ അതേ സമയത്താണ് ഹൈദ് രക്തം മുറിയുന്നത്. പിന്നെ മഗ്രിബിന് ഒരു 10-15 സെക്കൻഡുകൾ ഇത്ര ബാക്കിയുള്ളൂ. അതായത് അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ആ ഖദർ തക്ബീർ, ആ ഒരു സമയം മാത്രം ബാക്കിയുള്ളൂ. എന്നാൽ അസർ മാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരാണ് നിസ്കരിക്കേണ്ടത്, അവളുടെ മേൽ ളുഹൂറും നിസ്കരിക്കാൻ നിർബന്ധമാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ളുഹൂറും അവൾ നമസ്കരിക്കണം? അതേപോലെ ഇപ്പോൾ ഈ സഹോദരി ഇശാൻ്റെ നമസ്കാരം സുബൈ ബാങ്കിൻ്റെ തൊട്ടടുത്ത് മുമ്പാണ് അവൾക്ക് ഹൈദ് രക്തം മുറിയുന്നത്. എന്നാൽ അവൾ മഗ്രിബും നമസ്കരിക്കണം, മഗ്രിബ് ഖളാ വീട്ടണം, ഇശാവും നിസ്കരിക്കണം, രണ്ടും നിസ്കരിക്കണം. ഇശ ഏതായാലും അതായിട്ട് കിട്ടും, മഗ്രിബ് ഖളാ ആക്കുകയും ചെയ്യണം. അതുപോലെ ളുഹൂർ ഖളാ ആക്കുകയും വേണം. എന്തിനാണ് ഈ രണ്ട് നിസ്കാരം ഇങ്ങനെ എന്ന് പറഞ്ഞാൽ,
പരിശുദ്ധമായ ഇസ്ലാമിലൊരു നിസ്കാരത്തിന് വേണ്ടി ഒരു ചെറിയൊരു ഇളവ്, അതായത് ഒരു റിയായിത്തി എന്ന് പറയുന്നുണ്ട്. ഉദാഹരണക്ക് നാം ഒരു യാത്ര ചെയ്യുകയാണെങ്കിൽ വിശുദ്ധ ഇസ്ലാമിൽ ജമ്മ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നാം ജമ്മു കസർ എന്ന് പറഞ്ഞിരിക്കെ പഠിച്ചവരാണ്. അപ്പോൾ ഈ ജമ്മ് ചെയ്യുന്ന വിഭാഗത്തിൽ പെട്ടതാണ് ഈ ദുഹൂറും അസറിനെ ജമ്മ് ചെയ്യാൻ പറ്റും. അതുപോലെ മഗ്രിബിനെയും ഇശാനെയും ജമ്മ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ജമ്മ് ചെയ്യാൻ പറ്റിയ നിസ്കാരമായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ഇത് ജമ്മിൻ്റെ വകുപ്പിൽപ്പെട്ടതാണ് ഏത്? മഗ്രിബ്. അതുകൊണ്ട് മഗ്രിബും ഇശായും നിസ്കരിക്കണം. അതുപോലെ ദുഹൂറും നിസ്കരിക്കണം. ദുഹൂറും അസറും ജമ്മ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഉദാഹരണത്തിന് വളരെ കൃത്യമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇങ്ങനെയാണ്. സുബഹി അല്ലേ, ദുഹൂറിൻ്റെ സമയത്താണ് ഹൈദ് മുറിയുകയാണെങ്കിൽ സുബഹി മാത്രം നിസ്കരിച്ചാൽ മതി. അതിൻ്റെ ദുഹൂറിൻ്റെ കാര്യം എടുക്കുക. ദുഹൂർ നമസ്കരിക്കുകയാണ്. ദുഹൂർ അസറിൻ്റെ സമയത്താണ് ഹൈദ് മുറിയുകയാണെങ്കിൽ അസംസ്കാരത്തിന് ശേഷമല്ല, മുമ്പ്. എന്നാൽ ദുഹൂർ മാത്രമല്ല അവിടെ കിട്ടുന്നത്, ദുഹൂർ മാത്രം നമസ്കരിച്ചാൽ മതി. അപ്പോൾ ദുഹൂർ അസർ വളരെ കൃത്യമായി മനസ്സിലായല്ലോ. ഇനി അസറിൻ്റെ സമയം, അതായത് ദുഹൂർ കഴിഞ്ഞ് അസർ കഴിഞ്ഞ് മഗ്രിബിൻ്റെ തൊട്ടടുത്താണ് ഹൈദ് രക്തം മുറിയുന്നത്. മഗ്രിബിന് മുമ്പ് ഏത് സമയമാവട്ടെ. അപ്പോൾ ദുഹൂർ ഏതായാലും ഇവിടെ ഖളായിട്ടുണ്ട്. അപ്പോൾ അസറിൻ്റെ ആ വേളയിലാണെങ്കിൽ ദുഹൂർ നമസ്കരിക്കണം, അസർ നമസ്കരിക്കണം. കാരണം അത് ജമ്മിൽപ്പെട്ടതാണ് ദുഹൂർ. കൃത്യമായല്ലോ. ഇനി മഗ്രിബിൻ്റെ കാര്യം, ഇശാൻ്റെ മുമ്പായിട്ടാണ് മഗ്രിബിൻ്റെ നഷ്ടപ്പെടുകയാണ്. മഗ്രിബ് മാത്രം നിസ്കരിച്ചാൽ മതി. അപ്പോൾ മഗ്രിബും ക്ലിയർ ആയല്ലോ, വ്യക്തതയായല്ലോ. ഇനി മഗ്രിബ് ഇശാവും ഇത് രണ്ട് സുബഹിൻ്റെ തൊട്ടടുത്ത സമയത്താണ് സംഭവിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? മഗ്രിബ് നമസ്കരിക്കണം, ഇശാവ് നമസ്കരിക്കണം. പിന്നെ പ്രത്യേകമായൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതാണ്. ഉദാഹരണക്ക് മഗ്രിബിൻ്റെ തൊട്ടടുത്ത സമയത്താണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, സഹോദരിമാരെ, നിങ്ങൾക്കുള്ള ശുദ്ധിയാകുന്നത് എങ്കിൽ അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ദുഹൂർ അസർ നിസ്കരിക്കാനുള്ള സമയമുണ്ട്. ദുഹൂറും അസറും ആദ്യം നിസ്കരിക്കേണ്ടത് ദുഹൂറാണ്, പിന്നെയാണ് അസർ നമസ്കരിക്കേണ്ടത്. ആദ്യം ദുഹൂർ ഖളാ വിട്ട പിന്നെ അസറാണ് നിസ്കരിക്കേണ്ടത്. അങ്ങനെയാണ് തർത്തീബായി നിസ്കരിക്കേണ്ടത്. ഇനിയിപ്പോൾ ദുഹൂർ ഖളാ വീട്ടാൻ പോയാൽ, മഗ്രിബിൻ്റെ വേളയിൽ ദുഹൂർ ഖളാ വീട്ടാൻ പോയാൽ അസർ നഷ്ടപ്പെടുന്നു. അപ്പോൾ അസറും ഖളാവും ഇപ്പോൾ രണ്ടും ഇങ്ങനൊരു സാഹചര്യത്തിലാണെങ്കിൽ നാം എന്താക്കണം? ആദ്യം ദുഹൂർ അദായി നിസ്കരിക്കണം. ദുഹൂർ അദായി നിസ്കരിച്ചതിൻ്റെ ശേഷം പിന്നെ ദുഹൂർ ഖളാ വീട്ടണം. വളരെ കൃത്യമായല്ലോ. സമയമില്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. സമയമുണ്ടെങ്കിൽ ആദ്യം ദുഹൂർ ഖളാ വിട്ട പിന്നെ അസർ നിസ്കരിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതെനിക്ക് അറിഞ്ഞില്ല, ഞാൻ പഠിച്ചില്ല. നിങ്ങളൊരു ഇൽമ് പഠിച്ചാൽ അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക നമ്മുടെ ബാധ്യതയാണ്, അത് നമ്മുടെ കർത്തവ്യമാണ്. കാരണം നാം പഠിച്ച ഒരു അറിവ്, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇന്ന അലിമ ഷൈഇൻ, നീ ഒന്ന് പഠിച്ചാൽ ഫഖുൽ, നീ അത് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ്. അറിഞ്ഞില്ലെങ്കിൽ അങ്ങനെയാണ്. ഉദാഹരണക്ക് ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ ഒരു തിന്മ പെടുകയാണ്. എന്നാൽ മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ്: മൻ റഅ മുൻകറൻ ഫല്യുഗയ്യിർ ബിയദിഹി, ഒരു തിന്മ ഒരാളിൽ കണ്ടാൽ അത് നിൻ്റെ കൈ കൊണ്ട് നീ തടയണം. ഫഇല്ലം യസ്തതിഹ്, നിനക്കതിന് സാധ്യമല്ലേ, ഫബി ഖൽബിഹി, ഇത് നിൻ്റെ നാവ് കൊണ്ട്, ഫബിൽ ലിസാൻ, നാവ് കൊണ്ട് തടയണം. അതിനും സാധ്യമല്ലെങ്കിൽ ഖൽബ് കൊണ്ടെങ്കിലും തടയണം. ഖൽബ് കൊണ്ട് തടയാൻ പറ്റാത്തവരാരുണ്ട്? എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ലേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അല്ലാഹ് അവരെ നിന്നാക്ക് റബ്ബേ, സ്വാലിഹീങ്ങളാക്ക് റബ്ബേ. അപ്പോൾ ഈ തിന്മയെ തടുക്കുക എന്നുള്ളത് ഒരാളൊന്നും ഒഴിവാകുന്നില്ല എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരാൾക്കറിയില്ല എന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അവർക്ക് പറഞ്ഞു കൊടുക്കുക, അവർക്ക് കൃത്യമായി കിട്ടാൻ ഇത്തരത്തിലുള്ള അറിവുകൾ അവരിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കുക. അത് സ്വതക്കയുടെ പുണ്യമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ നമസ്കാരങ്ങളെല്ലാം അള്ളാഹു കബൂലാക്കട്ടെ. ഇപ്പോൾ കുന്തും ഖൈറു ഉമ്മ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത് നിങ്ങൾ ഉത്തമ സമുദായമാണ്, ഉന്നത സമുദായമാണ്. എന്തിനാണത് പറയുന്നത്? കാരണം നിങ്ങൾ നല്ലത് കൽപ്പിക്കുന്നവർ, തിന്മയെ വിരോധിക്കുന്നവരാണ്. അതുകൊണ്ടാണ് നിങ്ങൾ കുന്തും ഖൈറു ഉമ്മ. നിങ്ങൾ ഈ ഒരു പ്രവൃത്തിയുണ്ട്. നാം ഒരു പ്രവൃത്തി തിന്മ നാം ചെയ്യുന്നുണ്ട്, പക്ഷേ എന്നാൽ ഒരാൾ തിന്മ കാണുന്നുണ്ട്. എന്നാൽ ഞാൻ ആ തിന്മയിൽ നിന്ന് പരിപൂർണമായി മുക്തനല്ലല്ലോ, പിന്നെ ഞാൻ എന്തിനവനോട് കൽപ്പിക്കണം? കാരണം ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ എന്നൊക്കെ ആയത്ത് ഹദീസൊക്കെ ഓതുന്നവരുണ്ടാകാം. അത് ശൈത്താനാണ് നമ്മെ ചിന്തിപ്പിക്കുന്നത്. നാം ഒരു തിന്മ പരിപൂർണമായി നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അനസ് റളിയല്ലാഹു അൻഹുവിനോട്, തിന്മയുടെ കാര്യത്തിൽ ആരെങ്കിലും തിന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വിരോധിക്കുമോ? അപ്പോൾ പറഞ്ഞു, ഇല്ല നബി, ഞാനത് പരിപൂർണമായി എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാതെ ഞാൻ നന്മ കൽപ്പിക്കുകയും അല്ലെങ്കിൽ തിന്മ വിരോധിക്കാൻ ഞാൻ ചെയ്യാൻ പോകില്ല നബി എന്ന് പറഞ്ഞപ്പോൾ, നല്ല കാര്യമാണ് നബി പറഞ്ഞില്ല, അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞതാണ്. നമുക്ക് സാധിക്കുന്നത് നാം ചെയ്യണം. ഒരു തിന്മ കണ്ടാൽ അത് വിരോധിക്കുകയും വേണം എന്നുള്ളതാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ നമസ്കാരങ്ങളെല്ലാം അല്ലാഹു കബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.